നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നോടൊന്നും മര്യാദയ്ക്ക് ചോദിച്ചാൽ സത്യം പറയില്ല. പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് ആ കൊച്ചിനോട് അസൂയ ശത്രുത ഉണ്ടായിരുന്നല്ലേ? അവൾ എനിക്ക് എന്റെ അനിയത്തെ പോലായിരുന്നു. എന്നിട്ടാണോടി നീ അവളെ വിഷം കൊടുത്ത് കൊന്നത്? അയ്യോ, ദൈവദോഷം പറയല്ലേ. ഞാൻ സ്വപ്നത്തില് പോലും അറിയാത്ത കാര്യം ഇതൊക്കെ. സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തില്. നീ അവൾക്ക് ആഹാരം വാരി കൊടുക്കുന്നത് കണ്ട സാക്ഷികളുണ്ട്. നീ ഇത് ചെയ്യാനുള്ള വ്യക്തമായ കാരണങ്ങൾക്ക് തെളിവുണ്ട്. ഞാനല്ല മാഡം. കൊള്ളം പറയുന്നോടി. ഇങ്ങോട്ട് പറയടി. സത്യം പറയാൻ. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. ചെയ്യല്ല മാഡം. സത്യം തുറന്നു പറയടി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. പറയില്ലല്ലേ? ആ കുട്ടിയല്ലത് ചെയ്തത്. യഥാർത്ഥ പ്രതി കീഴടങ്ങി. അതാരാ? അതെ മാഡം, ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഞാനാണ്. ജനനിക്ക് അവക്കൊന്നും അറിയില്ല. അവള് നിരപരാധിയാ. അതിലും വിഷമുണ്ടെന്ന് അറിയാതെയാ അവളാ കുട്ടിക്ക് വാരിക്കൊടുത്തത്. കൊള്ളാം, മിടുക്കൻ. ഭർത്താക്കന്മാരായ ഇങ്ങനെ തന്നെ വേണം. ഭാര്യയെ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയേക്കുവാണല്ലേ? അല്ല മാഡം, ഞാൻ പറഞ്ഞത് സത്യമാ. അവളല്ല, ഞാനത് ചെയ്തത്. ഹരി, താമ്പാ. അയ്യോ അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഹരി വെറുതെ പറഞ്ഞതാ. ഹരിയല്ല, ഞാനാ ചെയ്തത്. ഹരി അങ്ങനെ ചെയ്യില്ല. കരയല്ലേ കൊച്ചേ? സർ, എന്റെ ഹരി പാവ. വെറുതെ ഹരി ഒന്നും ചെയ്യല്ലേ. ഇല്ല, ഒരു കുഴപ്പമില്ല. കുട്ടി കരയാതിരിക്കും. അയാൾക്കൊന്നും സംഭവിക്കില്ല. അല്ല, എന്നെ ഹരിയല്ല, ഞാനാ ചെയ്തത്. ഹരി നിരപരാധിയാണ് സർ. ആയിക്കോട്ടെ, കുട്ടി സമാധാനിക്ക്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ഹരി ഒന്നും ചെയ്യരുതെന്ന് പറയും സർ. ഓക്കെ ഓക്കെ. ഹരി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. മനസ്സിലായി. എന്റെ ഹരി പാവ. ഓക്കെ ഓക്കെ, സമാധാനിക്ക്. ഹരി ഒന്നും ചെയ്യലെന്ന് പറ. ഓക്കെ. ഹരി,
തന്റെ ഭാര്യ സ്നേഹം എനിക്ക് ബോധിച്ചു. പക്ഷെ അവളെ രക്ഷിക്കാൻ അതുമാത്രം പോരല്ലോ മിസ്റ്റർ ഹരിദാസ്. തെളിവുകളെല്ലാം അവൾക്കെതിരാ. എന്ത് തെളിവുകൾ? ഞാനാ ഇത് ചെയ്തതെന്ന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. എടോ, ഇത് കൊലപാതക കുറ്റോ? നന്നായിട്ട് ആലോചിച്ചിട്ടാണോ താൻ ഇതെടുത്ത് തലയിൽ വെക്കുന്നത്? എന്താലോചിക്കാൻ? ചെയ്തത് ഞാനല്ലേ? ഭാര്യയ്ക്ക് ശത്രുത തോന്നിയ പെണ്ണിനെ കൊല്ലാൻ താൻ വിഷം കലക്കി, എന്നിട്ട് അവൾ അത് വിളമ്പിക്കൊടുത്തു അല്ലേ? അല്ല, അതി വിഷമുണ്ടായിരുന്നു അവക്കറിയില്ല. അപ്പൊ ഭാര്യയോടുള്ള അമിത സ്നേഹം കൊണ്ട് അവള് പോലും അറിയാതെ താൻ അത് ചെയ്തു. അതുമല്ല, പിന്നെ ഭാര്യയോടുള്ള വിരോധം കൊണ്ടാ ഞാനത് ചെയ്തത്. വിരോധോ? അതെ മേഡം. എനിക്കവളോട് തീരാത്ത ശത്രുതയുണ്ട്, പകയുണ്ട്, പ്രതികാരമുണ്ട്. ഈ വിവാഹം മുടക്കാൻ ഞാൻ തന്നെ ഇത് ചെയ്തത്. താൻ എന്തൊക്കെയായി പറയുന്നേ? സത്യ മേഡം, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, മിഥുൻ. പീഡിയോ മിഥുൻ. അവർ രണ്ടുപേരും കൂടി എന്നെ ചിരിച്ചോണ്ട് ചതിക്കുകയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ ഞാൻ അഭിനയിച്ചു. ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ആ അവസരമായിരുന്നു ഇന്നലെ വന്നു ചേർന്നത്. ഞാനാ ഇത് ചെയ്തത്. അവക്കൊന്നും അറിയില്ല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല.